Dears, welcome back to Arcanex. So, നിങ്ങൾ കാത്തിരിക്കുന്ന പ്രാക്ടിക്കൽ എക്സാം എന്ന് നടക്കും, എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിനും പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന മക്കളോട് പറയാണ്, ഡേറ്റ് ഏകദേശം വന്നു കഴിഞ്ഞു, ഇനി പഠിക്കാൻ തുടങ്ങിക്കോ എന്നുള്ളതാണല്ലേ. അതെ, അപ്പൊ ജനുവരി 22 മുതലായിരിക്കും സ്കൂളുകളിൽ പ്രാക്ടിക്കൽ എക്സാം നടക്കുക. പക്ഷെ മോഡൽ എക്സാം എന്ന് തുടങ്ങും ആർട്ടി? മോഡൽ എക്സാം ജനുവരി ഏകദേശം പകുതിയോടുകൂടി 12 തുടങ്ങുന്ന പറയുന്നത്. ഡിസംബറോട് കൂടി പ്രാക്ടിക്കലിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് സ്കോർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോക്കാം. അതിനു മുൻപ് മക്കളെ, പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം അല്ലെ, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകുന്ന ആനയുടെയും കെറ്റയോടെയും ഡിറ്റക്ഷൻ ആണ്, 16 മാർക്കാണ്. അതിനുശേഷം ടൈട്രേഷൻ ആണ് അല്ലെ. യെസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിനൊക്കെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, 15 മാർക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കെമിസ്ട്രി നമ്മൾ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിന്റെ തന്നെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുന്നതിന് നിങ്ങൾക്ക് 3 മാർക്കായിരിക്കും. അപ്പൊ മൊത്തത്തിൽ ടൈട്രേഷന് നിങ്ങൾക്ക് 18 മാർക്കാണ് വരിക. പിന്നെ ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിക്കുന്ന റെക്കോർഡിന്റെ മാർക്ക് നിങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങളിപ്പോ ഒരുപക്ഷെ 3 ദിവസവും 4 ദിവസവും ഒക്കെ എടുത്തിട്ട് ട്രെയിൻ എടുത്ത് എഴുതുന്ന റെക്കോർഡിന് എത്ര മാർക്കാ? 4 മാർക്കാണ്. അതേപോലെ കെമിസ്ട്രിയുടെ വൈവയ്ക്ക് വരുന്നത് 2 മാർക്കാണ്. ഇനി ഫിസിക്സിലെ വൈവയുടെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിളും തിയറിയും എഴുതുന്നതിന് 5 മാർക്കാണ് കഴിഞ്ഞ വർഷത്തെ സ്കീം അനുസരിച്ച്. എക്സ്പെരിമെന്റിന്റെ പെർഫോമൻസിന് 6 മാർക്ക്. SI യൂണിറ്റുകളൊക്കെ റിസൾട്ടിൽ SI യൂണിറ്റും കൺക്ലൂഷനും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്കാണ്. വൈവയ്ക്ക് 1 മാർക്കാണ്. അങ്ങനെ കോൺസെപ്റ്റിന്റെ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട വൈവയ്ക്ക് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ ഒരു എക്സ്പെരിമെന്റിന് 18 മാർക്കാണ്. മൊത്തം നിങ്ങൾ 2 എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫിസിക്സിൽ. 18 36 മാർക്കാണ് അതിന് കിട്ടുന്നത്. റെക്കോർഡിന് 4 മാർക്കും ടോട്ടലി 40 മാർക്കാണ് കിട്ടുന്നത്. ഫിസിക്സും 40 തന്നെയാണ്. ബാക്കി വരുന്നത് തിയറിക്കുള്ള മാർക്കായിരിക്കും. തിയറിയും C മാർക്കും. സുവോളജി ക്ലാസ് 12 അല്ലേ, പ്രാക്ടിക്കൽ ആസ് പെർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച്. ഓക്കേ, 17 മാർക്കാണ് നിങ്ങൾ ചെയ്യുന്നതിന്. വൈവയ്ക്ക് 1 മാർക്ക്. അതേപോലെ പ്രാക്ടിക്കൽ റെക്കോർഡിന് 2 മാർക്ക്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സുവോളജിയും ബോട്ടണിയും ഉണ്ട് പ്ലസ് 2കാർക്ക്. സുവോളജിക്കും ഇതുപോലെ തന്നെയാണ്, ബോട്ടണിക്കും ഇതുപോലെ തന്നെ 17 മാർക്ക്. വൈവയ്ക്ക് 1, അതേപോലെ റെക്കോർഡിന് 2. അങ്ങനെ മൊത്തത്തിൽ 4 മാർക്ക്. സുവോളജിയും ബോട്ടണിയും കൂടെ ചേർത്ത് 40. ഇതിൽ റെക്കോർഡിന് 4 മാർക്ക്, വൈവയ്ക്ക് 2 മാർക്ക്. ബാക്കി 34 മാർക്കും വരുന്നത് നിങ്ങൾ ചെയ്യുന്നതിനും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മാത്സ് ആണ്. മാത്തമാറ്റിക്സിന്റെ ലാബിൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യും. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അല്ലേ. എനിവേ നമുക്ക് നോക്കാം. വൈവയ്ക്ക് വരുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡിന് വൈവയ്ക്ക് വരുന്നത് 4 മാർക്കാണ്. അതേപോലെ റെക്കോർഡിനും വരുന്നത് 4 മാർക്കാണ്. 4 8 മാർക്ക് അവിടെ പോയി. ബാക്കി വരുന്ന 32 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിനാണ്. 8 മാർക്ക് വെച്ചാണ്. അങ്ങനെ 4 എണ്ണം നിങ്ങൾക്ക് ചെയ്യാനായി ഡിവിഷൻ മാർക്ക് ഡിവിഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ. യെസ്, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാബുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഐഡിയ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ 22 കൂടി സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും പ്രാക്ടിക്കൽ ആരംഭിക്കുക. ഓരോരോ ബാച്ചുകൾക്കായിട്ടായിരിക്കും പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. അതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പൊ കാണാം മക്കളെ. ബൈ.